ഗുഡ് മോർണിംഗ് ഗൈസ്. പതിപോലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നും 5:45 ഇപ്പോൾ സമയം. യൂബറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നേ. അങ്ങനെ ഇവിടുന്ന് തന്നെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ KSRTC സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ ഈ ട്രിപ്പ് ഉള്ളത്. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് കിട്ടിയേക്കുന്നത് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തോട്ട് തന്നെയാണ് കിട്ടിയത്. തേവക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ട്രിപ്പ് കിട്ടിയേക്കുന്നത്. അങ്ങനെ നമുക്ക് നാലാമത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഇൻട്രസിറ്റി ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ ഏഴാറ്റുമുഖത്തേക്കാണ് അതിരപ്പള്ളിയിലുള്ള. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഴാറ്റുമുഖത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഞാനിവിടുന്ന് ഏഴാറ്റുമുഖത്തേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനങ്ങനെ ഏഴാറ്റുമുഖത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. വന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ആനേനെ വല്ലതും കാണാൻ പറ്റുമെന്നുള്ളൊരു താല്പര്യത്തിലാണ് വന്നേക്കണത്. ഈ ആനകളിവിടെ വരുന്നത് മെയിനായിട്ട് ഈ പനയുടെ ഒരു ഇത് കഴിക്കാനാട്ടോ. പക്ഷേ ഇത് കണ്ടില്ലേ, ഈ സൈഡിലെ പനയെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വെട്ടി നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ പനകളൊക്കെ ഉണ്ട് കേട്ടോ. ആനയെ കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ ആനപ്പിണ്ടം കണ്ടു കേട്ടോ. പിന്നെ കുറച്ച് കുരങ്ങന്മാരും ഉണ്ടായി, പിന്നെ കുറേ പശുക്കളും ഉണ്ടായി കേട്ടോ. ഈ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും പനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ വീടുള്ള ഭാഗങ്ങളിലൊക്കെ അവർ പനയൊക്കെ വെട്ടിക്കളഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 10-20 ആനൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിട്ടോ. അതായത് നമ്മുടെ അതിരപ്പള്ളിയിലുള്ള റോട്ടിലോട്ട് കയറിയിട്ടുണ്ടായി. അങ്ങനെ അവിടുന്ന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ഒരു ചായയും കുടിച്ചിട്ടോ. നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ അടുത്താണ് ഉള്ളത്. ആ നേരെ കാണുന്ന ചാലക്കുടിയും ഇങ്ങോട്ട് അതിരപ്പള്ളിയിലോട്ടാണ് പോണത്. നമുക്ക് പോകേണ്ടത് ഈ വഴിയാണേ. നമ്മൾ പിന്നെ അവിടുന്ന് റിട്ടേൺ അങ്കമാലി വരെ കാലി അടിച്ചാണ്ടാണ് വന്നത്. അങ്കമാലി എത്തിയപ്പോൾ ചെറിയൊരു ട്രിപ്പ് കിട്ടി ആലുവയിൽ നിന്ന്. പിന്നെ നമ്മൾ CNG ഒക്കെ അടിച്ച് പെരുമ്പാവൂരിലേക്ക് വേറെ ചെറിയൊരു ഇൻട്രസിറ്റി ട്രിപ്പും കൂടി കിട്ടിയിട്ടോ. പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിലായിരുന്നു. ഞാനിപ്പോൾ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത്. പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് ദേശത്തേക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായേ. അവിടെ നിന്ന് പിന്നെ നേരെ ലുലുമാൾ ആളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രിപ്പൊന്നും അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഒരാൾ വന്നിട്ട് പൂക്കാട്ടുപടിക്ക് പോകും, എത്ര ഫെയർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൂക്കാട്ടുപടിക്ക് പോകാം. യൂബറിൽ നോക്കിയപ്പോൾ ഫെയർ പറഞ്ഞ് ആൾക്ക് ഓക്കെ ആയി. അങ്ങനെ ആളെയും കൊണ്ട് നേരെ പൂക്കാട്ടുപടി പോയി ആളെ ഡ്രോപ്പ് ചെയ്ത്. ഇപ്പോൾ വീട് അടുത്തായതുകൊണ്ട് അവിടെ കയറി ഫുഡും കഴിച്ച്. അപ്പോഴാണ് വൈഫ് പറഞ്ഞത് അവളെ ഒന്ന് കൂട്ടുകാരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ അവളവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നേരെ വീണ്ടും യൂബർ ഓണാക്കി ഓടാൻ. വൈഫിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി കളമശ്ശേരിയിലേക്ക്. പിന്നെ അവിടുന്ന് എടപ്പള്ളി വരെ കാലടിച്ച് ഓടിപ്പോന്നു. മാച്ചിങ് ട്രിപ്പൊന്നും വന്നില്ല. അങ്ങനെ CNG അടിക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. ഹാഫ് ടാങ്ക് ഉണ്ട്. ഇപ്പോൾ CNG പമ്പിലൊക്കെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് ഇനി ട്രിപ്പുള്ള സമയത്ത് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോഴേ അടിച്ച് ഫില്ലാക്കിയിടാന്ന് വിചാരിച്ചാണ് കേട്ടോ. വൈകുന്നേരത്തിന് ശേഷം ട്രിപ്പ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ നേരത്തെ നിർത്തി. വെറുതെ CNG കത്തിച്ച് ഓടണ്ടെന്ന് വിചാരിച്ച്. ബ്ലോക്കും ഉണ്ടായിരുന്നു. ഞാൻ നേരെ വീട്ടിലോട്ട് പോകണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര ഉള്ളത്.